തൃശൂർ വീരൻകുടി അരേക്കാപ്പ് ഉന്നതിയിലെ ആളുകളെ മാറ്റിപ്പറപ്പിക്കാനുള്ള നടപടി വനംവകുപ്പ് അട്ടിമറിച്ചുവെന്ന ആരോപണം. മാരാങ്കൂടിൽ 42 ഹെക്ടർ ഭൂമി കണ്ടെത്തി സ്ഥലം വേർതിരിച്ചൊക്കെ എടുത്തെങ്കിലും അവസാന നിമിഷം വനംവകുപ്പ് തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് ഇപ്പോൾ ആക്ഷേപം ഉയരുകയാണ്. ഇന്നലെ മലക്കപ്പാറയിൽ 4 വയസ്സുകാരനെ പുലി പിടിച്ചതോടെ കടുത്ത ആശങ്കയിലായിരിക്കുന്നു ഉന്നതിയിലെ താമസക്കാർ. ഈ വീരൻകുടിയിൽ നിന്ന് അവിടെ ഉന്നതിയിൽ നിന്ന് സൂരജ് സജി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സൂരജ്, ഈ വീരൻകുടിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. മലക്കപ്പാറയിൽ നിന്ന് ഉൾവനത്തിലേക്ക് മാറിയുള്ള വീരൻകുടിയിലാണ് നമ്മളുള്ളത്. ഇവിടെ നിന്ന് നേരത്തെ, അതായത് മലക്കപ്പാറയിലെ പ്രധാന റോഡിൽ നിന്ന് 4 കിലോമീറ്റർ മാറിയായിരുന്നു ഈ ഉന്നതി ഉണ്ടായിരുന്നത്. 2018 പ്രളയത്തിൽ ആ ഊരിന്റെ 2 വശവും ഉരുളെടുത്തതോടുകൂടി വലിയ ആശങ്കയിൽ കഴിഞ്ഞ മഴക്കാലത്ത് അവിടെ വീണ്ടും വലിയ രീതിയിൽ മണ്ണിടിഞ്ഞു. അതോടുകൂടി ഇവർ ഈ മലക്കപ്പാറ മേഖലയിലേക്ക് വീണ്ടും മലക്കപ്പാറയോട് ചേർന്നൊരു പ്രദേശം കണ്ടെത്തി അവിടെ കുടിൽ കെട്ടി താമസിക്കുകയായിരുന്നു. അങ്ങനെ ഈ കുടിലിൽ ഇന്നലെ രാത്രി കഴിഞ്ഞ ദിവസം രാത്രി അന്തി ഉറങ്ങിയ രാഹുൽ എന്ന 4 വയസ്സുകാരനെയാണ് ഈ കുടിലിനുള്ളിൽ കയറി പുലി പിടിച്ചുകൊണ്ടുപോയത്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം ഈ കേരളത്തിൽ ഇങ്ങനെ ആളുകൾ ജീവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇവരുടെ ജീവിതം. പലതവണ നമ്മൾ ഈ നരകയാതന അധികാരികളുടെ മുന്നിലേക്ക് എത്തിച്ചതാണ്. ഒടുവിൽ ഇവർക്ക് മാരാങ്കോട് ഭൂമി കണ്ടെത്തി ഈ ജൂൺ 15-ാം തീയതി ഈ ഭൂമി കൈമാറുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചതാണ്. പക്ഷേ ആ അവസാന നിമിഷം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു എതിർപ്പ് വരികയായിരുന്നു. ഈ ഭൂമി വിട്ടു നൽകാൻ കഴിയില്ല എന്ന് വനം വകുപ്പ് എതിർപ്പറിയിക്കുകയും ചെയ്തു. ഇവിടെ ഈ വനമേഖലയിൽ നിന്ന് ഇവർ എത്ര ഭൂമിയാണോ വിട്ടുകൊടുക്കുന്നത് അതിനാനുപാതികമായ ഭൂമിയായിരുന്നു ഈ മാരാങ്കോട് കണ്ടെത്തി അത് വേർതിരിച്ച് നിർത്തിയിരുന്നത്. അങ്ങനെ ആ ഭൂമി കണ്ടെത്തി അവർക്ക് നൽകാനുള്ള ഒരു തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ വനം വകുപ്പ് അവസാന നിമിഷം അതിൽ എതിർപ്പറിയിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ഉന്നതിയിലെ, അതായത് അരേക്കാപ്പ് എന്ന് പറയുന്ന കോളനി, ഇവിടെ നിന്ന് 4 കിലോമീറ്റർ പോകണം ആ ഉന്നതിയിലേക്ക്. അവിടെ നിന്നടക്കം ആളുകൾ നമ്മുടെ അടുത്തേക്ക്, അതായത് ഈ അവരുടെ ദുരിതം പറയുന്നതിന് വേണ്ടി മാത്രം ഈ 4 കിലോമീറ്റർ പുലർച്ചെ എഴുന്നേറ്റ് കയറി വന്നിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ ആളുകൾ നമുക്കൊപ്പം ചേരുകയാണ്. ചേച്ചി, വല്ലാത്ത അവസ്ഥയിലാണ്. നമുക്ക് ഭയങ്കര പേടിയാ, കിടക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കുന്നു. ഇപ്പൊ പുലി കയറി 2 മണിക്കാണ് പുലി വന്നൊക്കെ വീട്ടിൽ കയറി പിടിച്ചത്. അവർ വെച്ചത് കേട്ട് ഞങ്ങൾ ഓടി എല്ലാവരും എത്തി, അടുത്ത കിടന്നവരെല്ലാവരും. അത് കാരണം കൊണ്ട് ഭയങ്കര പേടിയായിരിക്കുക. എങ്ങനെന്നാണ് നമുക്ക് എത്രയും പെട്ടെന്ന് കാട്ടിനുള്ളിൽ ഇവിടെ താഴെ കൊണ്ടുപോയപ്പോൾ എല്ലാവരും പോയി കൊണ്ടുവന്നു. പിന്നെ ഇവിടെ തന്നെ ഇരുന്ന് അവിടെ എൻ്റെ വീടിൻ്റെ അവിടെ കൊണ്ടുപോയി കൊച്ചിനെ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വന്നാലോ പിന്നെയും തിരിച്ചു പുലി. അത് കാരണം കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഇരുത്തിയിട്ടാണ് ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊച്ചിനെ അയപ്പിച്ചത്. ഇന്നലെ രാത്രി വീണ്ടും വന്നു പുലി. 6 മണിയായപ്പോൾ വീണ്ടും വന്നു പുലി. ഈ കൊച്ചുകൊണ്ടൊന്ന് നോക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കണ്ടായിരുന്നു പുലിനെ. ഇന്നലെ രാത്രി ഇവർ താൽക്കാലികമായി ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റി പാർപ്പിച്ചു. പക്ഷെ ഇവർ പറയുന്ന ഒരു താൽക്കാലിക പരിഹാരമല്ല വേണ്ടത്. അതായത് സ്ഥിരമായി ഈ മാരാങ്കോട് കണ്ടെത്തിയ ഭൂമിയുണ്ട്, ആ ഭൂമിയിലേക്ക് മാറ്റാനുള്ള ഒരു നടപടി ഉണ്ടായില്ല. മാറ്റിയില്ല ഇതുവരെ. നിങ്ങളെല്ലാം അങ്ങോട്ട് ഇനിയും മാറ്റിയില്ല. അവിടെ പറഞ്ഞു പോയ കലക്ടർ മുതൽ കൊണ്ടും പറഞ്ഞു പോയിട്ട് നിങ്ങളൊരു ചെട്ട് വെക്കണം, വന്ന് ചെട്ട് വെച്ചിട്ട് നിന്നിട്ട് ഞാൻ വീട് കെട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞു. ഇനിയും അതൊന്നും നടന്നിട്ടില്ല. കാടളന്നിട്ട് എന്ന് പറഞ്ഞു, ചുറ്റളവ് കാടളന്നു. എൻ്റെ പേരിലാണ് കാടളന്നത്, വീരൻസ്വാമി. അങ്ങനെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ പറയുന്നതല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക? അതായത് ഈ ഇപ്പോൾ ഇവർ താമസിക്കുന്ന ഈ മേഖലയിലേക്ക് കയറി താമസിക്കുന്ന സമയത്ത് ഈ വീരൻ എന്ന് പറയുന്ന ഊരുമൂപ്പനെ അന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതടക്കം വലിയ വിവാദമായതാണ്. നിരവധി ആളുകൾ ഇത് ഈ അരേക്കാപ്പ് എന്ന് പറയുന്ന കോളനിയിൽ നിന്നൊക്കെ കയറി വന്ന ആളുകളുണ്ട്. എന്തായാലും ഇവരെ സംബന്ധിച്ചൊക്കെ വലിയ പ്രതിസന്ധി, ആശങ്കയുണ്ട്. അടിയന്തരമായിട്ട് ഭൂമി ലഭ്യമാക്കണം അല്ലേ? അടിയന്തരമായിട്ട് ഭൂമി റെഡിയാക്കണം. ഇവിടെ എടുക്കാൻ ഭയങ്കര പേടിയാണ്. കാട്ടുപോത്തുകൊണ്ട് ആന വരുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് ഇന്നലെ രാത്രി പുലി വന്നായിരുന്നു. എന്നിട്ടാണ് ക്യാമ്പിലേക്ക് പോയത് 6 മണിക്ക്. 7 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ. എന്തായാലും നമ്മളോടൊപ്പം വാർഡ് മെമ്പർ കൂടി ചേരുകയാണ്. എന്താ നിലവിലൊരു സ്ഥിതി, എന്താണ് അധികൃതർ പറയുന്നത്, എന്താണ്? ഇവിടുത്തെ കോളനിക്കാർ വരുന്നത് 2018 മുതൽ ഭയങ്കര ദുരന്തമാണ്. നമ്മുടെ അരാക്കാപ്പ് അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡില് സ്ഥിതി. 2018 മുതൽ പ്രളയം വന്നു. ഇന്നലെ 2 മണിക്ക് പുലി വന്നു. ഇന്നലെ 6 മണി വരെ 7 മണി വരെ വാർഡ് നമ്പർ കോളനി ഉണ്ടായിരുന്നു. അപ്പോൾ കോളനിക്കാർ വരുന്നു നമുക്ക് ഇറക്കാൻ പാടിയാന്ന് ഞാൻ പറഞ്ഞു കമ്മിറ്റി കാർഡിലേക്ക് പോകാം. അപ്പോൾ തങ്ങമ്പ സൈസിൻ്റെ അടുത്ത് പോയിന്നാണ് അവർ 12 കുപ്പി വെള്ളം 100 കൊടുത്ത് പറ്റി വാങ്ങിച്ചു. ഇവർക്ക് വെള്ളം കൊടുത്തു. അപ്പോൾ മലക്കപ്പാറ പോലീസിൻ്റെ അടുത്ത് പോയിപ്പോൾ കമ്മിറ്റി കാർഡ് താക്കോൽ പോലീസുകാരിൽ പോയി. പോലീസ് വന്ന് പോലീസിക്ക് തുറക്കാൻ പറ്റില്ല. എന്നിട്ട് ഞങ്ങൾ തല്ലിപ്പൊളിക്കായിരുന്നപ്പോൾ പിന്നെ പോലീസ് വന്ന് ഞങ്ങൾക്ക് തുറന്നു തന്നു. അത്രേ ഉള്ളൂ.
എന്തായാലും ഇവർ ഇവിടെ വിട്ടു നൽകുന്ന ഭൂമിക്ക് ആനുപാതികമായ ഭൂമിയാണ് ഈ മാരാങ്കോട് വിട്ടു നൽകുന്നത്. എന്തായാലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടി അത് തീർത്തും മനുഷ്യത്വരഹിതമെന്ന് പറയേണ്ടതുള്ളൂ. ഇവരെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്, ഭയപ്പാടിലാണ്. സുരക്ഷിതമായ അന്തി ഉറങ്ങാൻ ഒരിടം വേണം എന്നുള്ള ന്യായമായ ആവശ്യമാണ് ഈ 47 കുടുംബങ്ങൾ ഉയർത്തുന്ന എസ് കെ. എന്തായാലും വളരെ വലിയൊരു സങ്കടകരമായ സാഹചര്യമാണ് ഈ ഇവിടെ നിൽക്കുന്ന കാര്യം. നമുക്കൊക്കെ അങ്ങോട്ട് നടന്നു പോകണം, ഇത്രയും കിലോമീറ്റർ നമ്മൾ ഉള്ളിലേക്ക് കയറി പോകണം. ഈ വീരൻകുടി എന്ന് പറയുന്ന സ്ഥലത്ത് മനുഷ്യരെ പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ആളുകളാണ്. അവർ സങ്കടങ്ങൾ കണ്ട കാട്ട് ജീവികളെ പോലെ ജീവിക്കാനുള്ള നിയോഗമാണെന്ന് തോന്നിപ്പോകും. എന്തായാലും ഈ കാര്യത്തിൽ ഗൗരവമായി വനംവകുപ്പ് ഇടപെടണമെന്നാണ് നമുക്ക് ആഗ്രഹം. ഒരു കാര്യം കൂടി നമ്മൾ പറയുന്നു, വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ്റെ വ്യക്തിപരമായൊരു ഇടപെടൽ കൂടി 24 ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കാൻ നമ്മുടെ തൃശ്ശൂരിലെ പദ്ധതി ഇത്ര കാലം നടന്നുപോയതും അവരെ നേരിട്ട് കണ്ടതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.